മീൻ നല്ല ഫ്രഷ് ആണെങ്കിൽ കറി വെക്കാനുള്ള ഇൻട്രസ്റ്റും കൂടും കേട്ടോ. അപ്പം നല്ല ഫ്രഷ് അയിലയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പം നല്ലൊരു പുളിയും മുളക് ഇട്ടിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം നല്ല വെട്ടി കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ആ കറിക്ക് ആവശ്യമായിട്ടുള്ള വാളംപുഴി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഉള്ളി, ഇതൊക്കെ പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണല്ലോ. അങ്ങനെ നമ്മുടെ മൺചട്ടി ഇതാ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കറിയിൽ സാധാരണ നമ്മുടെ വടക്ക് ഭാഗത്തോട്ട്, അതായത് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ആ ഒരു ഏരിയയിലോട്ട് വാളംപുളി ഇട്ടിട്ടാണ് കേട്ടോ അധികം മീൻകറി വെക്കാറുള്ളത്. നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ കൊടംപുളി ആയിരിക്കും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ടാവല്ലേ. അപ്പം നമ്മളിവിടെ വാളംപുളിയൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ മീൻകറി വെക്കുന്നത്. അതെല്ലാം എണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മുമ്പൊക്കെ ഞാൻ മീൻകറി ഉണ്ടാക്കുമ്പോഴില്ലേ ഇതുപോലെ വഴറ്റാതെ നമ്മുടെ എന്താ പറയുക തക്കാളി, ഇഞ്ചിയും ഈ സാധനങ്ങളൊക്കെ വേവിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ നല്ലൊരു ടേസ്റ്റ് കിട്ടി ഈ ഒരു ടൈപ്പിൽ വഴറ്റിയെടുക്കുമ്പോഴേ. പിന്നെ അതിനുശേഷം ഞാൻ എപ്പോഴും മീൻകറി ഉണ്ടാക്കുമ്പോഴേ, ഇനിയിപ്പോൾ തേങ്ങ അരച്ചിട്ട് മീൻകറി ഉണ്ടാക്കുമ്പോഴായാലും ആദ്യം ഇതുപോലെ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ വഴറ്റിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. ആ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമുക്ക് മസാലപ്പൊടികളായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും മാത്രമാണ്. അതും ആ ഒരു വഴറ്റിയ കൂട്ടിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ടിട്ട് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് മുളക് പൊടി എൻ്റെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് നിങ്ങൾ ആ പാത്രത്തിൻ്റെ സൈഡിൽ കാണുന്നത്. അങ്ങനെ അതൊക്കെ നല്ല രീതിയിൽ ഫ്രൈ ആയതിനു ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് തിളച്ച ശേഷം ഞാൻ മീൻ കഷ്ണങ്ങളൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു ചെറിയ തീയിൽ ഒന്ന് വറ്റി, അതായത് മീനൊക്കെ നന്നായിട്ട് വെന്ത് ആ ചാറൊക്കെ ഒന്ന് കുറുകി നല്ല സെറ്റായിട്ട് എടുക്കണേ. ഇവിടെ ഏട്ടനുണ്ടല്ലോ മീൻകറിയൊക്കെ കുറച്ച് നല്ല കുറുകിയ ടൈപ്പാണ് കേട്ടോ ഇഷ്ടം. ഇങ്ങനെ ഒരുപാട് വെള്ളം പോലെ ഉണ്ടാക്കുന്നത് ഇഷ്ടമല്ലേ. അപ്പം നമ്മളിതാ തീയൊക്കെ കുറച്ച് അതൊക്കെ ഒന്ന് സെറ്റാവാൻ വെച്ചിട്ടുണ്ട്. ആ ടൈമിൽ അതിൽ നിന്നൊരു 2 അയില എടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ അച്ചുമോനെ അയില മീനൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് അവന് വേണ്ട, എനക്കും ഏട്ടന് മാത്രമേ വേണ്ടൂ. അങ്ങനെ ഇതാ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് ആ അരവും മസാലയും പുളിയും ഒക്കെ ആ മീൻ കഷ്ണങ്ങളിലൊക്കെ ഒന്ന് പിടിച്ച് സെറ്റായിട്ട് ഇത് തിളച്ച് വരുന്നുണ്ട്. നന്നായി ഒന്ന് കുറുകിയെടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഒക്കെ അണച്ചു വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ ചോറ് തിളപ്പിച്ച് വെച്ചു. നമ്മുടെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും തിളച്ചു. അരി തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് കുക്കറിലോട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ നല്ല വെന്ത ചോറ് റെഡിയാവും. ആ ഭാഗം ഇവിടെ ക്ലിയറായി. ഇനിയിപ്പോൾ ചായ കുടിക്കേണ്ട പരിപാടിയാണ്. ചായയായി. ഇന്ന് ചായക്ക് മുട്ട റോസ്റ്റും ചപ്പാത്തിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് റെഡിയായി നിൽക്കുമ്പോഴാണ് ഏട്ടൻ ഇങ്ങനെ കളിക്കാൻ പോയിട്ട് വരുമ്പോൾ ഇതാ ഉഴുന്ന് വടിയും പരിപ്പ് വടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. ചോറുണ്ണാറായപ്പോൾ മീൻ അങ്ങ് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. ചൂട് ചോറും അയില പൊരിച്ചതും അയക്കൂറ പൊരിച്ചതും മീൻ